എല്ലാവർക്കും നമസ്കാരം. മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഗുഡ്നസ് TV ഒരുക്കുന്ന സ്വർഗ കാഴ്ചകളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും മാലാകക്കൂട്ടത്തിൻ്റെ ചങ്ക് കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ സ്വർഗ കാഴ്ചകൾക്ക് ശക്തിയും മിഴിവും കൂട്ടാൻ, മികവ് കൂട്ടാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഹോളി ക്രോസ് ചർച്ച് മാപ്രാണം പള്ളിയിലെ കൊച്ചു കൂട്ടുകാരാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ കൂട്ടുകാരെ, ഈശോടൊത്ത് അടിച്ചുപൊളിച്ച് രസിക്കാൻ പോവാണോ? ആർ യു റെഡി? ആർ യു ഹാപ്പി? സേ ലവ്ലി, ആർ യു ഹാപ്പി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈശോടൊത്ത് നമുക്ക് ഈ അല്പസമയം ഈശോടൊത്ത് രസിക്കാൻ പോവാണ്. ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആ സെഗ്മെൻറ്റ്സിലേക്ക് നന്നായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? ഈ സ്വർഗത്തിലെ ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാണ്. നമ്മൾ സഭയിലൊരു വിശുദ്ധൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പറയണം. ഒരു പാട്ട് പാടുന്നത് ഇരട്ടി പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു വിശുദ്ധനുണ്ട്. ആരാന്ന് പറയാമോ? സെന്റ് അഗസ്റ്റിൻ. യെസ്, എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? സെന്റ് അഗസ്റ്റിൻ. ഓക്കെ, സെന്റ് അഗസ്റ്റിൻ. ആ വിശുദ്ധൻ പറഞ്ഞ വാക്ക് ഒരു പാട്ട് പാടുന്ന ഇരട്ടി പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു പാട്ട് പാടുന്ന ഇരട്ടി പ്രാർത്ഥനയാണെങ്കിൽ ഈ സ്വർഗത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാട്ട് മാത്രമല്ല. ഞാൻ നോക്കിയേ, നിങ്ങൾക്ക് കണക്കറിയുമെന്ന് ഞാൻ നോക്കട്ടെ. വിശുദ്ധൻ പറഞ്ഞു പാട്ട് മാത്രം പാടുമ്പോൾ 2 പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മാലാഖയെ പോലെ കളിക്കാനും രസിക്കാനും പോവാണ്. അപ്പോൾ പാട്ടിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കൈ ഉപയോഗിക്കും, +2. അപ്പോൾ എത്രയായി? ഉറക്കെ പറ. നമ്മൾ കാലുപയോഗിക്കും, +2. അപ്പോൾ എത്രയായി? ഇനി നമ്മൾ കണ്ണും മൂക്കും നാക്കൊക്കെ ഉപയോഗിക്കും, +2 അപ്പോൾ എത്രയായി? ഇത്ര വലിയ പ്രാർത്ഥനയാണ്. ശരിക്കും ആക്ഷൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ കൊച്ചുകുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും ഈശോയുടെ മുമ്പിൽ ആനന്ദിക്കാൻ പറ്റും. അപ്പോൾ വിശുദ്ധം പറഞ്ഞ ഒരു പാട്ട് പാടുന്ന ഇരട്ടി പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ ഈ ആക്ഷൻ സോങ് എന്നൊക്കെ പറയുമ്പോൾ 8-10 പ്രാർത്ഥന ഒന്നിച്ച് കൊടുക്കുന്ന രീതിയാണ് ആക്ഷൻ സോങ്. അപ്പോൾ നമുക്ക് ഈശോയ്ക്ക് സ്തുതി പാടിയാലോ? ആർ യു റെഡി? ഓക്കെ, ഇന്ന് നമ്മളൊരു ഇംഗ്ലീഷ് സോങ് ആണ് ഈ സ്വർഗത്തിൽ പാടാൻ പോകുന്നത്. റെഡി? പഠിക്കാം. God loves me and I love you and that's the way it should be. Come on. God loves me and I love you and that's the way it should be. Once again repeat. God loves me and I love you and that's the way it should be. Tittei taga 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 tei dom tittei taga 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 tei dom tittei taga 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 tei dom titti tara tei dom tittei taga 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 tei dom tittei taga 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 tei dom tittei taga taga tei dom titti tara. I can smile and you can smile and that's the way it should be. I can smile. Padige. I can smile and you can smile Energy. and that's the way it should be. വീണ്ടും തിത്തൈ തക തൈതും. അടുത്ത ലൈൻ പാടും. I can jump and you can jump and that's the way it should be. Come on. I can jump and you can jump and that's the way it should be. തിത്തൈ തക തൈതും തിത്തൈ തക 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 തൈതും തിത്തൈ തക 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 തൈതും തിത്തൈ തക 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 തൈതും തിത്തിത്താര. പഠിച്ചോ? അപ്പോൾ നമുക്ക് ഈ പാട്ടിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പും കൂടി ചേട്ടൻ പഠിപ്പിക്കാം. നോക്കിയേ, ആദ്യം തിത്തൈ തകതൈ പിടിക്കുക. നോക്കിയേ, തിത്തൈ തക 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 തൈതും തിത്തൈ തക തക തക. സിമ്പിൾ അല്ലേ? തക 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 തൈതും. അത് കഴിയുമ്പോൾ തിത്തിത്താര തൈതും ഇങ്ങനെ ചാടണം. ഓക്കെ, വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്. തിത്തൈ തക 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 തൈതും തിത്തൈ തക 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 തൈതും തിത്തൈ തക തക തിത്തിത്താര തൈതും. അങ്ങനെ ചെയ്യണം. അത് ഗോഡ്സ് ലവ്സ്. അങ്ങനെ ഗാഡ് ലവ്സ് മീ ആൻഡ് ചെയ്തേ. I love you and I love you and I love you and I love you and that's the way, that's the way, that's the way that's the way it should be, it should be, it should be. it should be. Okay, once again. God loves me and I love you and that's the way it should be. Okay, വീണ്ടും തിത്തൈ തക തൈതും. അത്
ഐ ക്യാൻ സ്മൈൽ വരുമ്പോൾ ഐ ക്യാൻ സ്മൈൽ ആൻഡ് യു ക്യാൻ സ്മൈൽ ആൻഡ് ദാറ്റ്സ് ദ വേ ഇറ്റ് ഷുഡ് ബി. ഓക്കെ, ഐ ക്യാൻ സ്മൈൽ ചെയ്തേ. ഐ ക്യാൻ സ്മൈൽ and you can smile and that's the way it should be. വീണ്ടും തിത്തൈ തകതും. വീണ്ടും ഐ ക്യാൻ ജംപ്. ഐ ക്യാൻ ജംപ് ആൻഡ് യു ക്യാൻ ജംപ് ആൻഡ് ദാറ്റ്സ് ദ വേ ഇറ്റ് ഷുഡ് ബി. പഠിച്ചോ? എല്ലാവരും ചെയ്യുന്നില്ല, ഞാൻ എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരും കൂടെ എനർജിയിൽ ചെയ്യില്ല. ഒന്നുകൂടി ചെയ്തേ. ഐ ക്യാൻ സ്മൈൽ. ഐ ക്യാൻ Smile and you can smile and that's the way it should be. ഓക്കെ, അടുത്ത ലൈൻ. ഐ ക്യാൻ ജംപ്. I can jump and you can jump and that's the way it should be. should be ചെയ്തേ. Should be. ബോക്സിനെ കാണി. should be. Should be. തിത്തൈ തക 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 തൈ ദും തിത്തൈ തക 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 തൈ ദും തിത്തൈ Taga 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 day do di di തിത്താരാ തൈ ദോ തിത്തൈ തക 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 തൈ ദോ di taga 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 day do di di taga 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 day do di di tara day do. എന്നാ ചാടി എഴുന്നേറ്റോ. ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ പോവാണ്. ഒരു പാട്ട് നമ്മൾ ആക്ഷൻ സോങ്ങിലൂടെ കൊടുക്കുമ്പോൾ വലിയ പ്രാർത്ഥനയാണ്. 8, 10, 10, 12 പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഒന്നിച്ചു കൊടുക്കാൻ പോവാണ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അടിപാടി സന്തോഷം വരട്ടെ. ആ come on. തിത്തൈ തകതോ. Come on, ready. തിത്തൈ തക 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 തൈ ദും തിത്തൈ തക 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 തൈ ദും തിത്തൈ തക 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 തിത്താരാ തൈ ദോ തിത്തൈ തക 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 തൈ ദും തിത്തൈ തക 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 തൈ ദോ തിത്തൈ തക 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 തൈ ദോ തിത്താരാ തൈ ദോ. God loves me and I love you and that's the way it should be. God loves me. God loves me and I love you and that's the way it should be. Say no. തിത്തൈ തക 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 തൈ ദോ. എനർജി വരട്ടെ. തിത്തൈ തക 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 തൈ ദോ. Come on. തിത്തൈ തക 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 തൈ ദോ. തിത്തൈ തക 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 തൈ ദോ. I can smile and you can smile and That's the way it should be. I can smile. Say that. Come on. I can smile and you can smile and that's the way it should be. Tittei taka tei do tittei taka 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 tei do tittei taka 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 tei do tittei Taga 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 day do di tara day do. come on tittei taka 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 tei do Taga 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 day do. oh tittei Taga 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 day do di tara day do. I can jump and you can jump that's the way it should be. I can jump. I can jump and you can jump and that's the way it should be. taka tei do tittei taka 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 tei do Tittei taka 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 tei do tittei taga 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 day do di tara speed tittei taka 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 tei do tittei taka 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 tei do tittei taga 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 day do di tara tittei day tao do. speed tittei taka 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 tei do tittei taka 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 tei do tittei Taga 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 day do di tittei tara day do. come on tittei taka 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 tei do tittei Taga 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 day do tittei taga 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 one second speed come on tittei taka 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 tei do tittei taka 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 tei do tittei taka taka tittei tara tittei taka 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 tei do tittei taka taka tittei tara tei do. അപ്പൊ ഈ സ്വർഗത്തിൽ ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റ് ആണ്, രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. പറഞ്ഞേ വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാൻ റെഡിയാണോ? റെഡിയാണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്താണ്? സന്തോഷം. ഓക്കെ, അതേപോലെ ഇരുന്നേ നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മാവിന് വേണ്ടുന്ന ആഹാരം ഈശോ പഠിപ്പിച്ചു. അന്നന്ന് വേണ്ട ആഹാരം. എന്താണ് അന്നന്ന് വേണ്ട ആഹാരം? കഞ്ഞിയും കറിയാണോ? വചനം. അന്നന്ന് വേണ്ട ആഹാരമാണ് വചനം. ഓക്കെ, അപ്പോൾ ഈ വചനം നമ്മൾ ഭക്ഷിക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ വരുന്നത് ജോബി ജോൺ അങ്കിളാണ്. ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജോബി ജോൺ അങ്കിൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വർഗത്തിൽ വരാറുണ്ട്. കൊച്ചുകൂട്ടുകാരെ കാണാറുണ്ട്. അവർക്ക് വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ വചനം വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അങ്കിളിന് സ്വാഗതം ചെയ്യാം. ആർ യു റെഡി? നമ്മൾ അങ്കിളിന് കൊടുക്കുന്ന ക്ലാപ്പാണ് റോബോട്ട് ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? റോബോട്ട് ക്ലാപ്പ്. ഓക്കെ, റോബോട്ട് ക്ലാപ്പ് എങ്ങനെയാണെന്ന് ചേട്ടൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇങ്ങനെ കൗണ്ട് ചെയ്യും. 1 2 3 ഗോ. ഓക്കെ, ഇങ്ങനെ ക്ലാപ്പ് ചെയ്താൽ മതി. റെഡി?
1 2 3 1 2 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ മുതൽ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യണം. 1 2 3. അത് 3 കഴിയും ഗോ എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് പ്രാക്ടീസ്. 1 2 3 ഗോ. അപ്പോൾ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, പഠിച്ചോ? എന്നാൽ ചാടി എഴുന്നേറ്റോ. ജോബി ജോൺ ഞങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവാണ്. റോബോട്ട് ക്ലാപ്പ് ഗോ. 1 2 3 ഗോ. അപ്പൊ സ്വർഗത്തിലെ മാലാഖകൾക്കൊക്കെ സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. അപ്പൊ എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നന്നായിട്ടും ചിരിച്ചേ. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ സ്വർഗം ഭൂമിയിലേക്ക് വന്ന പോലെയാ കേട്ടോ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. അപ്പോ അങ്കിളെന്നൊരു കഥ പറയാം. കഥ പറയുന്നതിന് മുൻപ് നമുക്കൊരു വചനം പഠിച്ചാലോ? ഓക്കെ, ശരി ശരി. ഏശയ്യായുടെ പുസ്തകം 54-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയില്ല. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഒരിക്കലും പിരിയില്ല. പണ്ട് ഒരു കാട്ടില് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഈ മരത്തിന് കുറേ ചില്ലകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ചില്ലകളിൽ കുറേ കിളികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറേ മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറേ കിളികളും കുറേ മൃഗങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ മരം കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വേടൻ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ അമ്പെടുത്തിട്ട് അതിൽ വിഷം പുരട്ടിയിട്ട് ഈ മരത്തിൻ്റെ തണലിൽ റെസ്റ്റ് ചെയ്തിരുന്ന ഒരു മൃഗത്തിനെ എയിം ചെയ്ത് അമ്പ് വിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് മൃഗത്തിൻ്റെ നേരെ കൊണ്ടില്ല, നേരെ പോയിട്ട് ഈ മരത്തിനെ സ്ട്രൈക്ക് ചെയ്തു. അറിയാലോ എന്ത് സംഭവിക്കും? ആ അമ്പ് വലിച്ചൂരിയെടുത്തില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ മരം ആകെ ഡീക്കേഡായി പോവും. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ വേടൻ അമ്പ് വലിച്ചൂരിയില്ല. ഈ മരത്തിലെ വിഷാംശം മരത്തിൽ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങി, അതിൻ്റെ ചില്ലകളൊക്കെ വാടാൻ തുടങ്ങി. അത് ഇങ്ങനെ സ്കെലട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്ത് സംഭവിച്ചതെന്നറിയോ? അതിന്മേലുള്ള എല്ലാ പക്ഷികളും പറന്നുപോയി. അതിൻ്റെ താഴെ ആരും ഒരു മൃഗവും റെസ്റ്റ് ചെയ്യാതെയായി. മരം ഒറ്റപ്പെട്ടു. പക്ഷേ ഒരു കുഞ്ഞു കിളി മാത്രം എന്നും ഈ മരത്തിൻ്റെ അടുത്ത് വന്നിരിക്കും. ആ മരത്തിനെ ഉപേക്ഷിച്ച് ആ കിളി പോയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കിളിയോട് ചോദിച്ചു, നീ എന്തിനാ വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള ഈ മരത്തിൻ്റെ അടുത്ത് വന്ന് ഡെയിലി എന്തിനാ വന്നിരിക്കുന്നത്? എന്തിനാ നിനക്ക് ആ മരത്തിനെ ഉപേക്ഷിച്ച് പൊക്കൂടെ? അപ്പോൾ ആ കിളി പറഞ്ഞു, ഇല്ല, ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും ഞാൻ വലുതായതൊക്കെ ഈ മരത്തിൻ്റെ ചില്ലയിലാണ്. ഈ മരത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ മരം മണ്ണോട് ചേരുന്നത് വരെ ഞാൻ ഇതിൻ്റെ കൂടെ കാത്തിരിക്കും. അതിൻ്റെ മാലാഖ ചോദിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കിളി പറഞ്ഞു, ഈ മരത്തിനെ ഒന്ന് പണ്ടത്തെ പോലെ ആക്കിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ മാലാഖ സ്വർഗത്തിലേക്ക് പറന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു, നല്ല ഒരു മഴ പെയ്തു. മഴ പെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പണ്ടത്തെ പോലെ ഈ മരം തളിർക്കാനും പൂക്കാനും ഒക്കെ തുടങ്ങി. പണ്ടത്തെ പോലെ ആ മരം ആയി മാറി. മക്കളെ, ഇതിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയ ആൾക്കാരുണ്ട്, നമ്മളെ സഹായിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ, അവർക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ, അവർക്ക് ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോകാതെ അവരെ കൂടെ നിൽക്കണം. സമ്പത്തിൽ മാത്രം അല്ലെങ്കിൽ പ്ലസ്സിൽ മാത്രം സക്സസ്സിൽ മാത്രം നമ്മൾ ആൾക്കാരെ കൂടെ നിൽക്കുകയും അവർക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോയി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഈശോ എന്താ ചെയ്തേ? നമ്മളുടെ വിഷമത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും ഒറ്റപ്പെടലിലും എല്ലാത്തിലും ഈശോ നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ വളർത്തി വലുതാക്കി വലിയ വ്യക്തികളാക്കി മാറ്റുന്നതാണ്.
മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. കമാ വിശുദ്ധരെ പരിചയപ്പെടാം. ഓക്കെ, ഈ സ്വർഗത്തിൽ ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറയാൻ റെഡി ആയിട്ടുള്ള ഒരു വേഗം എഴുന്നേറ്റ്. അപ്പോൾ അവർക്ക് നമ്മളൊരു ക്ലാപ്പ് കൊടുക്കണം. ഓക്കെ, റെഡി, ക്ലാപ്പ്. ഓക്കെ, നമുക്ക് ഇവരെ പരിചയപ്പെടാം. മോൻ്റെ പേര് പറയൂ. റിവിൻസ് റോയ്. റിവിൻസ് റോയ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? ഫാത്തിമ മാതാവ്. ഫാത്തിമ മാതാവിനെ കുറിച്ചാണ് റിവിൻസ് പറയുന്നത്. നമുക്ക് കേൾക്കാം. റെഡി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഫാത്തിമ മാതാവിനെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് കത്തോലിക്ക സഭ നൽകിയ നാമനിർദ്ദേശമാണ് ഫാത്തിമ, അഥവാ അവർ ലേഡി ഓഫ് ഹോളി റോസറി ഓഫ് ഫാത്തിമ. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ കൊവാഡ ഇരിയ എന്ന പ്രദേശത്ത് 3 കുട്ടികൾക്കുണ്ടായ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അടിസ്ഥാനമാക്കിയാണ് ഈ നാമനിർദ്ദേശം നടന്നത്. 1917 മെയ് 13 മാതാവ് ആദ്യമായി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. തുടർച്ചയായി 6 പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൊവാഡ ഇരിയ കുന്നിൻ മുകളിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലുണ്ടായി. അതുകൊണ്ട് കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഓപ്പുമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ ഓപ്പുമരത്തിന്റെ ശിഖരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നതായി കണ്ടു. അടുത്തു വരും തോറും അവൾ സൂര്യപ്രഭ പോലെ പ്രകാശമുള്ളവളായി കാണപ്പെട്ടു. അവൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നതാണ്. മാതാവിൻ്റെ സന്ദേശങ്ങൾ. പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും ദുരിതങ്ങളും എന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും എല്ലാവരും തയ്യാറാണെങ്കിൽ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുമെന്ന് അമ്മ സന്ദേശത്തിൽ പറഞ്ഞു. തൻ്റെ സന്ദേശം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതവും ആത്മാക്കൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് അമ്മ ഉറപ്പ് നൽകി. ഫാത്തിമയിലെ ദർശനങ്ങൾ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണെന്ന് ജോൺ പോൾ 2 പാപ്പ പറഞ്ഞു. പിന്നീട് സംഭവിച്ച പല കാര്യങ്ങളും ഫാത്തിമയിലെ ദർശനത്തിൽ മാതാവ് വെളിപ്പെടുത്തിയതായിരുന്നു. 1954 നവംബർ 11 ഫാത്തിമയിലെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തെ പള്ളിയെ ഒരു ചെറിയ ബസിലിക്കയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി. പ്രിയരെ, ലോകത്തിൽ ഇന്ന് അനവധി യുദ്ധങ്ങളും ദുരിതങ്ങളും നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങൾ അവസാനിക്കാനും ദുരിതങ്ങൾ ഇല്ലാതിരിക്കാനും നമുക്ക് ഫാത്തിമ മാതാവിനോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്. റിവിൻസ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇനി ഫാത്തിമ മാതാവിൻ്റെ സന്ദേശം കേട്ടതിനോട് കൂടെ നമ്മൊരു വചനം കൂടി കേൾക്കാൻ പോകണം. മോളുടെ പേര് പറഞ്ഞേ. അന്ന ജിൽസൺ. അന്ന പറയുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, ഫാത്തിമ മാതാവിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഞാനൊരു വചനം പറയാം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്ക 1:48. ഈ പരിശുദ്ധ മറിയം വചനമനുസരിച്ച് വിശുദ്ധി വളർന്നതുപോലെ വിശുദ്ധി വളരാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്ന് ഫാത്തിമ മാതാവിനെ കുറിച്ച് സന്ദേശം പറയുകയും വചനം പറയുകയും ചെയ്ത ഈ 2 കൂട്ടുകാർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാമോ? നാലാമത്തെ സെഗ്മെന്റ് ആണ്. നല്ല കളറായിട്ടുള്ളൊരു സെഗ്മെന്റ്. താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. അപ്പോൾ നമ്മുടെ താലന്ത് ഈശോയ്ക്ക് കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്കറിയാം, താലന്ത് മറച്ചു വയ്ക്കാനുള്ളതല്ല, അല്ലേ? താലന്ത് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ഈശോ ഒരു ഉപമ പറഞ്ഞു, ദീപം തെളിയിച്ച് ആരും പറക്കടിയിലോ കട്ടിലിനടിയിലോ കൊണ്ടുവയ്ക്കില്ല. പിന്നെ എവിടെ വയ്ക്കും? അത് മേശയുടെ മുകളിൽ വയ്ക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടാവുന്ന തരത്തിലാണ് അത് ഉപയോഗിക്കുക. അതെന്ന് പറയുന്ന പോലെ നമ്മുടെ താലന്തും ഒരു വെളിച്ചമാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, ലോകത്തിന് നന്മയായിട്ട് നൽകാനുള്ളതാണ്. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇന്ന് താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ആരൊക്കെയാണ്? റെഡി? ക്ലാപ്പ് കൊടുത്തവർക്ക് ക്ലാപ്പ് ചെയ്യുമോ? ഓക്കെ, നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് പറയൂ. എൻ്റെ പേര് അനൗഷ്ക, ഞാൻ 9th പഠിക്കുന്നു. 9th പഠിക്കുന്നു. എൻ്റെ പേര് എൽഗ ബിജു, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഇന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് താലന്ത് കൊടുക്കുന്നത്? നിങ്ങൾ ഡാൻസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അവരുടെ താലന്ത് നമുക്കൊന്ന് ആസ്വദിക്കാം. ആർ യു റെഡി? യെസ്.
കാണുന്നെൻ്റപ്പായി കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടേ നിന്നെ ഞാൻ കാണുന്നെൻ്റപ്പായി കാണുന്നെൻ്റപ്പായി കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടേ നിന്നെ ഞാൻ കാണുന്നെൻ്റപ്പായി കാണുന്നെൻ്റപ്പായി ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി കാണുന്നെൻ്റപ്പായി അപ്പൊ ഈ സ്വർഗത്തിൽ ഇനി ഒരു സെഗ്മെന്റും കൂടെയുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ സ്വർഗത്തിൽ അടുത്ത രസക്കാഴ്ചയാണ്, 5ാമത്തെ സെഗ്മെന്റ് ആണ്. നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. ഈ സ്വർഗത്തിൽ പഠിക്കുന്ന നല്ല ശീലമാണ് എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ നമ്മൾ ആരംഭിക്കണം എന്നുള്ളത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇതാണ്: ഏത് പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആരംഭിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ദൈവവിചാരത്തോടെ വേണം നമ്മളെല്ലാം തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യണേ? പള്ളിയിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കാറ്റഗിസത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ലെവലിൽ എന്തെങ്കിലും പറഞ്ഞു, എന്ത് കാര്യം ചെയ്തോട്ടെ, ആ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ദൈവവിചാരത്തോടെ വേണം ചെയ്യാൻ. എന്തും ഈശോയോട് ഷെയർ ചെയ്യണം. ഈശോയെ, ഞാൻ മാത്സ് പഠിക്കാൻ പോകുന്നു. ചിലപ്പോൾ ടഫുള്ള സബ്ജക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഒട്ടും മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല അല്ലേ? ടഫുള്ള വിഷയം പഠിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണോ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവിചാരത്തോടെ തുടങ്ങണം. ഈശോയെ, മാത്സ് എനിക്ക് ടഫാണെന്ന് നിനക്കറിയാലോ, ഞാൻ തുടങ്ങാൻ പോവാ ദൈവവിചാരത്തോടെ. മനസ്സിലായോ? ഭയങ്കര റിസ്ക്കാണൊരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റൂല, ടെൻഷനാണ്, പേടിയാണ്. ഈശോയെ, എനിക്ക് പേടിയാണെന്ന് നിനക്കറിയാലോ, ഞാൻ ദൈവവിചാരത്തോടെ തുടങ്ങുക. പിടി കിട്ടിയോ? എല്ലാ കാര്യം ദൈവവിചാരത്തോടെ തുടങ്ങണം. ഇന്നു മുതൽ ഒരു പുതിയ ശീലം ആരംഭിക്കണം. ആ ശീലം ഇതാണ്. എന്താണ്? പറയ്. പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ സ്വർഗത്തിൽ പഠിച്ച നല്ല ശീലമാണ് സുഭാഷിതം 3:6. ഏത് പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആരംഭിക്കണം. അതിപ്പോൾ നിങ്ങളെ പഠനകാര്യം മാത്രമല്ല, കലാമേള, കായികമേള, നിങ്ങൾ ചെയ്യേണ്ട എന്ത് പെർഫോമൻസ് ലെവലാണ്, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരം പോലുമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിൽ പങ്കെടുക്കുകയാണ്, കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ പഠന മേഖലയാണ്, എന്ത് കാര്യം ഈശോയോട് തുറന്ന് പറയുക. ഒരു ഫ്രണ്ടായിട്ട് ഈശോയെ കൂട്ടുപിടിക്കുക. എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഇന്ന് മുതൽ ഈശോയോട് ഷെയർ ചെയ്യുക. ഈശോയെ, ഞാൻ കളിക്കാൻ പോകുന്നു. ഈശോയെ, ഞാൻ കളിക്കാൻ പോകുന്നു. ഈശോയെ, ഞാൻ പഠിക്കാൻ പോകുന്നു. ഈശോയെ, ഞാൻ ട്യൂഷന് പോകുന്നു. ഈശോയെ, ഞാൻ സ്കൂളിൽ പോകുന്നു. അങ്ങനെ 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 എല്ലാം ദൈവവിചാരത്തോടെ ചെയ്യാം. ആർ യു റെഡി? യെസ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഒന്നുകൂടെ ഈശോയുടെ നിന്ന് കളിച്ച് ചിരിച്ച് രസിക്കാൻ പോവാണ്. ചാടി എഴുന്നേൽക്കും. സന്തോഷത്തോടെ ചിരിച്ച് ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മലകയെ പോൽ തുള്ളിച്ചാടി രസിക്കാലോ.
നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി ഈശോയോടൊത്ത് കളിക്കാനും ഈശോയോടൊത്ത് ചിരിക്കാനും ഈശോയോടൊത്ത് തുള്ളി ചാടി രസിക്കാനും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ. അപ്പൊ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് കൂട്ടുകാരെ. ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. വളരെ കളിയും ചിരിയും നമ്മുടെ രസക്കാഴ്ചകളൊക്കെ തീർന്ന് വളരെ സീരിയസ് ആയിട്ട് ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നിവർന്ന് ഭംഗിയായിട്ടിരുന്ന് കൈകൾ ഹാർട്ട് ലെവലിൽ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് ഈശോയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരിക. ഈശോയെ ഉള്ളിലൊന്ന് കാണുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ ഈ സ്വർഗത്തിൽ ഈശോയോടൊത്ത് കളിക്കാനും ചിരിക്കാനും പ്രാർത്ഥിക്കാനും വചനം ഭക്ഷിക്കാനും നല്ല ശീലങ്ങൾ പഠിക്കാനും എന്നെ ഒരുക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. മാലാഖമാരെ പോലെ വിശുദ്ധരെ പോലെ നന്മയിൽ വളരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മക്കളെ, നമ്മൾ ഈശോയെന്ന് സ്തുതിക്കാൻ പോവാണ്. രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നമ്മൾ എല്ലാവരും ഈശോയെന്ന് സ്തുതിച്ച്. മാലാഖമാര് സ്വർഗത്തിൽ ഇപ്പോൾ സ്തുതിക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ സ്തുതിക്കാൻ പോവാ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറക്കാം. ടെൻറ്റഡൻ. ഇനി നമ്മുടെ സസ്പെൻസ് നമ്മൾ അറിയാനുള്ള സമയമാണ്. ആരാണ് ഈ എപ്പിസോഡിലെ ഏഞ്ചൽ എന്നറിയാൻ പോവാണ്. ഓക്കെ, ആരാ വരുന്നത്? വാ, മോൻ വന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പോകണം. ഒരു ക്ലാപ്പ് കൊടുത്തേ, ക്ലാപ്പ് കൊടുത്തേ. കമോൺ. റെയ്ന റോസ്, റെയ്ന റോസ്. ആ, ഒരു ക്ലാപ്പ് കൊടുത്തേ. വരുന്നു. റെയ്നയ്ക്ക് ഒരു ക്ലാപ്പ്. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് റെയ്ന റോസ്. ക്ലാപ്പ് കൊടുക്കുക. ഈശോയുടെ കൂട്ടുകാരെ, ഈശോയുടെ മാലാഖമാരെ. അപ്പോൾ നമ്മൾ രസക്കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഏഞ്ചലിനൊക്കെ സെലക്ട് ചെയ്തു. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന, നമ്മളെ ആസ്വദിച്ച എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് നന്ദി പറയാനുള്ള സമയമാണ്. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ മാലാഖക്കൂട്ടും.com കൊച്ചു കൂട്ടുകാരുടെ ഈ സ്വർഗ്ഗക്കാഴ്ചകൾ അവസാനിക്കാനുള്ള സമയമാണ്. ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരുടെ കളിയും ചിരിയും ആസ്വദിച്ച, ഇവരെ പ്രോത്സാഹിപ്പിച്ച, ഇവരെ വീക്ഷിച്ച എല്ലാ പ്രേക്ഷകരെയും ഈ വൈൻഡപ്പ് സെക്ഷനിൽ ഞങ്ങളോ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിൻ്റെ മാലാഖമാരുടെ വക ഒരു ബിഗ് ക്ലാപ്പ്. കൈയടിച്ച കൂട്ടുകാരെ. പ്രിയ പ്രേക്ഷകരെ, ഇവിടുത്തെ സ്വർഗ്ഗക്കാഴ്ചകൾ തീരുന്നില്ല. ഈ മാലാഖക്കൂട്ടം പുതിയ എനർജിയിൽ, പുതിയ രസക്കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുപോലെ ഇനിയും ഈ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ.